ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ചെറിയൊരു എംബ്രോയ്ഡറി ചെയ്യുന്നൊരു വീഡിയോയാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ ഇട്ടേക്കാമെന്ന്. അന്ന് ഇടാൻ പറ്റിയില്ല കേട്ടോ, എഡിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരുന്നേ. അതുപോലെ ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ്. ഓൺലൈനിൽ ഡിസ്പ്ലേ കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഭംഗിയെന്നൊക്കെ കരുതി മേടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് ലൈനിങ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ വരുത്തുന്നതല്ലേ, നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബട്ടൺസ് എല്ലാം വാഷ് ചെയ്തപ്പം പറഞ്ഞു പോയി. അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ താഴെ ഒരു സ്ലിറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഷോൾഡറിൽ ഒരു ഹോളുണ്ട്, ഒന്ന് ഞാൻ കണ്ടാലോ. ആ ഹോളാണ് ഇച്ചിരി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം അടച്ചൊക്കെ വയ്ക്കുന്നുണ്ട്, വേറെ തുണിയൊക്കെ വെച്ച് ആഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റായിരുന്നുകൊണ്ട് കേട്ടോ അത് അപ്ലോഡ് ചെയ്യാമായിരുന്നേ. അപ്പോൾ ഇന്ന് അതെല്ലാം കൂടെ കൂടി ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചാണ്. ഓരോരോ കാര്യങ്ങളായിരിക്കും എപ്പോഴും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാട്ടോ അതിൻ്റെ ബട്ടൺസേ, ആ ഷോൾഡറേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ പിടിച്ചപ്പോൾ അത് വീഡിയോയ്ക്ക് അത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് വേറൊരു നൂലിട്ട് തുണിയെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ മിഷത്തിന് എന്തോ പറ്റിയിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ താമസിച്ച്, എന്നിട്ടും മിഷൻ ശരിയായില്ല കേട്ടോ. ഇത്ര ഉള്ളൂ ഷോൾഡറിലെ ആ ഹോള്, പക്ഷേ അത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇറങ്ങിയ മാതിരി ഇരിക്കുന്നേ. പിന്നെ ഞാൻ ഇത് വർക്ക് 4 നീഡിലും 4 ത്രെഡും 4 കളർ ത്രെഡും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. 4 സൂചിയും 4 കളർ നൂലും ഉണ്ട്. ഇപ്പോൾ 5 കളർ നൂല് വേണേൽ 5 കളർ എടുക്കാം, 6 കളർ വേണേൽ 6 കളർ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നീഡിലേൽ 2, 3 കളർ നൂല് ആഡ് ചെയ്ത് കൊടുത്ത് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ആ നീഡിലിൻ്റെ ഹോളിന് പരിമിതികളുണ്ടല്ലോ, അപ്പം നമുക്ക് ഇത്രേ കയറ്റാൻ പറ്റുള്ളൂ. ഇനി ഫ്രെയിം വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ഇതുപോലെ അടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പകുതി ആ മേലെ ഭാഗം മേലെയും വെച്ച് കൊടുത്ത് ആ സ്ക്രൂ കൊണ്ട് മുറുക്കി കൊടുത്തിട്ട് അതുകൊണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ബലത്തിലിരിക്കുവേ. ഞാൻ കൂടുതലും ഫ്രെയിം ഉപയോഗിക്കാറില്ല കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമേ വൈറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ പൂവിൻ്റെ ഇതളൊക്കെ തയ്ക്കാൻ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഒരു ചെറിയ ഭാഗം കുത്തിയെടുത്തേച്ച് ആ നീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ആ ത്രെഡ് ഇട്ടിട്ട് അങ്ങ് വലിച്ചങ്ങ് കൊടുത്തിട്ട് അത്രേ ഉള്ളൂ. പിന്നെ അതിനെ ഇടതുവശത്തോട്ട് മാറ്റി വെച്ചേക്കണം, കാരണം അല്ലെങ്കിൽ ഈ നൂലെല്ലാം കൂടെ കൂടി കട്ട പിടിച്ച് പോവേ. അപ്പം ബാക്കി നൂലിനെ വലിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കോട്ടായി പോകുമല്ലോ. ഇനി ഇതുപോലെ അടുത്ത കളർ നൂലെടുത്തിട്ട് അതിൻ്റെ തൊട്ട് മേലെ വെച്ച് ഇതുപോലെ തന്നെ ചെയ്താൽ മതിയേ. ഇനിയിപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിലൊരു ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കൂടെ ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നൂലിന് കുറേ സ്പേസ് ഉണ്ടല്ലോ, അന്നേരം ആ നീഡിലിൻ്റെ ചുവട്ടിലെ സ്പേസും കൊണ്ട് ചെറിയ ബീഡ്സൊന്നും കയറത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനിയിപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചുവട്ടിൽ നിന്ന് എടുത്ത് കുത്തി ഇതിങ്ങ് വലിച്ചെടുത്തേച്ച് ഇടതുവശത്തോട്ട് മാറ്റി വെച്ചേക്കണം. അത് ഇടതുവശത്തോട്ട് മാറ്റി വയ്ക്കാൻ എപ്പോഴും ഓർത്തോണം, ഇല്ലേ നമുക്ക് ഇരട്ടിപ്പണിയാവും. ഇനി നമ്മൾ അടുത്ത നൂല് കുത്തി നൂല് വലിച്ചെടുക്കുമല്ലോ, അന്നേരം ഇത് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറി പോവേ. പിന്നെ അത് കെട്ടഴിക്കാനൊക്കെ പോകേണ്ടി വരും. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോങ് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യമൊക്കെ പറയുവേ. എന്നാൽ നിങ്ങളെ മടുപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒന്നുമല്ലേ. ആരെങ്കിലും ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാവുമെന്നോ അങ്ങനെ ഓർത്തിട്ടങ്ങ് കാണിക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തല്ലോ, യെല്ലോ വരെ ചെയ്തു. നമ്മൾ 4 കളറേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അങ്ങോട്ട് ചെയ്യാനില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യത്തെ വൈറ്റ് എടുത്തേച്ച് ഈ ബ്ലൂവിൻ്റെ അകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി നീളത്തിലാണ് കുത്തിയെടുത്തെങ്കിൽ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഇല്ല ഇതിൻ്റെ ചോട്ടിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തായിരിക്കണം, അത് ശ്രദ്ധിച്ചോണേ. അതിൻ്റെ അകത്തോട്ട് ആ വൈറ്റ് കളറുള്ള അതിന് നീഡിൽ കണ്ടുപിടിച്ച് അത് ഇതുപോലെ കുത്തി ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തേക്കണം. ഒരുപാട് ടൈറ്റാക്കി വലിക്കേണ്ട, എന്നാലും ടൈറ്റായിട്ടിരിക്കുന്ന പോലെ വലിച്ചു കൊടുത്തേക്കണം. ഇനി അതൊരു കാരണവശാൽ അഴിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇനി അടുത്തത് ബ്ലൂവാണ്. അപ്പോൾ ബ്ലൂവിൻ്റെ നീഡിൽ കണ്ടുപിടിച്ച് ഇതുപോലെ തന്നെ ചെയ്യാവേ. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് നീഡിലൊന്നുമില്ല, ഒരു നീഡിലോ ഉള്ളെങ്കിൽ നമ്മളതൊന്ന് ഊരിയൊന്ന് ആ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്താൽ മതി. ചെയ്യാൻ പാടൊന്നുമില്ല കേട്ടോ. പിന്നെ നീഡിൽ കയറ്റാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുവോളെ, അല്ലാണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല. സൂചി നൂല് കുറക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു പാക്കറ്റ് സൂചിയൊക്കെ മേടിച്ചാൽ വലിയ വിലയൊന്നും ഇല്ലെന്നേ, പല അളവിൽ കിട്ടും. പിന്നെ ഒരു കഴി നൂലുണ്ടല്ലോ, വീതി ഉണ്ടല്ലോ, ഇതിൻ്റെ 6 കുറേ നൂലുണ്ടല്ലോ. ആ നൂല് മുഴുവൻ കയറണമെങ്കിൽ അതിൻ്റെ ഹോളിന് ഇച്ചിരി വലിപ്പം വേണേ. അതാണ് 2-3 കളർ ഒരുമിച്ച് ചെയ്യാൻ പാട് വരുമെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും പരിമിതികളുണ്ടല്ലോ കാര്യങ്ങൾക്കെല്ലാം. ഞാൻ ഇതിൻ്റെ കയ്യെ ചെയ്തപ്പം 2 നൂല് വെച്ചാണ് എടുത്തത്. 3 യെല്ലോയും 2 ബ്ലൂ അങ്ങനെയാണ് കയ്യെ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഒരു നീഡിലെ കയറ്റിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാണേലും
ഇനി നമ്മളിപ്പം ഒരു ലാസ്റ്റ് ഒരു യെല്ലോ ബാക്കി വന്നല്ലോ, യെല്ലോ അങ്ങ് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വെക്കണം. ഇനി ആദ്യമേ ചെയ്തതായിരുന്നു വൈറ്റ്. അപ്പോൾ വൈറ്റ് എടുത്ത് വെച്ച് ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. ഇച്ചിരി ഭാഗം അടിയിൽ നിന്ന് കുത്തി മേലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ അടിയിലൊന്നും കെട്ടൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇനി അത് അങ്ങനെയൊന്നും ആരും ടെൻഷനൊന്നും അടിക്കണ്ട. ബാക്കി നൂലെല്ലാം അടിയിൽ കിടപ്പുണ്ടല്ലോ, അങ്ങോട്ട് ഒരു ചെറിയ സ്പേസ്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം വൈറ്റിൻ്റെ താഴെ നിന്ന് കുത്തിയെടുത്തില്ലേ, അതിൻ്റെ വലതുവശത്ത് നീഡിൽ കയറ്റി ഇത് കുത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അടിയിലൊരു ചെറിയ ഒരു വേറൊരു, നിങ്ങളൊന്ന് തയ്ച്ച് നോക്കാം എന്നാലും അറിയാം, അത് വേറൊരു രീതിയിൽ അടിയിൽ കൂടുതൽ സ്പേസ് ആയിട്ട് കിടക്കുവേ. ഇനി അടുത്തത് ബ്ലൂ ഇതുപോലെ തന്നെ ഇച്ചിരി എടുത്തേച്ച് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കഴിഞ്ഞിട്ട് യെല്ലോ, ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആ യെല്ലോ വരെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടം വരെ മതിയെന്നുണ്ടെങ്കിൽ ആ യെല്ലോ താഴോട്ട് കുത്തി ഇറക്കി കെട്ടും കൊടുത്ത് അവിടെ ക്ലോസ് ചെയ്തേക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചോ ഒക്കെ താഴ്ത്തി വെച്ചിട്ട് വീണ്ടും ഇത് ചെയ്യുക. ഇനി കഴുത്തേലാണേലും അല്ലെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുറേശ്ശെ ഭാഗത്താണേലും ചെയ്ത് വെച്ചാൽ നല്ലതാണേ. ഒത്തിരി നല്ല വർക്കാണ് ഇത്. ഞാൻ പിന്നെ ഇതിൻ്റെ ആ പശ കിടക്കുന്നതുകൊണ്ടാണ് താഴം വരെ ചെയ്തില്ല, ഞാൻ ഇത്രയും ചെയ്യത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇത് വളരെ ഈസിയാണ്, കാണുമ്പം പാടുണ്ടെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ കയ്യെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാലും അത് മാജിക് ചെയിൻ എന്ന് പറയുന്ന രീതിയാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഒരു നീഡിൽ രണ്ട് ത്രെഡ് കയറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതും ഇത് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതിയേ. അത് ഇതിൻ്റെ അകത്ത് ഷോർട്ടിൻ്റെ അകത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ, അത് നമ്മുടെ ഷോർട്ടിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് വീണ്ടും യെല്ലോ എടുത്ത് വൈറ്റിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വൈറ്റിനെ എടുത്ത് ബ്ലൂവിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ബീഡ്സ് ആണെങ്കിലും ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നീഡിലിൻ്റെ ചോട്ടിൽ കുറേ സ്പേസ് വരുമല്ലോ, അന്നേരം നമ്മൾ വലിയ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ആ ഹോള് വലുത് വേണേ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ടും അങ്ങോട്ട് നമ്മുടെ ഈ ത്രെഡിൻ്റെ ഭംഗി കാണാൻ പറ്റത്തില്ല. ഇത്രയും സ്പേസല്ലേ നമ്മൾ കുത്തിയെടുക്കുന്നുള്ളൂ. അപ്പം കുറച്ച് കൂടുതൽ സ്പേസ് കുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലതേ. ഞാൻ താഴെ സ്ലിറ്റിൻ്റെ അവിടം വരെ ചെയ്തിട്ടുള്ളൂ. ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ടിലൊരു സ്ലിറ്റ് ഉണ്ടല്ലോ, അവിടം വരെ ഇത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചുരിദാർ ഷേപ്പൊന്നും ചെയ്തിട്ടില്ല. നല്ലതാണെങ്കിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. തീരെ വില കുറവ്, 200 രൂപ താഴെയുള്ളൂ ഇതിൻ്റെ വിലയെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും പണികളൊക്കെ കിടന്ന് പണിയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഷോൾഡറിൽ ആ ഹോള് ഞാൻ ബ്ലാക്ക് കളർ തന്നെ ഇവിടെ കിടന്ന് പാൻസിൻ്റെ എന്തോ ഒരു ചെറിയ പീസായിരുന്നു, അത് കിടന്നതെടുത്ത് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുത്തേച്ച് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. പിന്നെ ഞാൻ ഇതിന് ഷേപ്പ് ചെയ്യണം കേട്ടോ. ഷേപ്പ് ചെയ്തിട്ടില്ല, ഞാനിത് മുമ്പേ ഒന്ന് പറഞ്ഞാൽ ഷേപ്പ് ചെയ്യാൻ പറ്റിയില്ല. വിഷയത്തിന് എന്തോ സംഭവിച്ചിരിക്കുവാണേ, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. ഞാനിത് കൂടുതലും താമസിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷോൾഡറേ ചെയ്തത് ഞാൻ എടുത്തത് വീഡിയോയ്ക്ക് അത് കിട്ടിയില്ലായിരുന്നേ. അപ്പോൾ അത് വീണ്ടും എടുത്ത് ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ നൂല് പിടിക്കാൻ ഭയങ്കര പാട്, എന്തെല്ലാം പണി നടന്നിട്ട് അത് ശരിയായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നാലും ഇനി അത് സാരമില്ലെന്ന് വെച്ചിട്ട് കാണിക്കുവാണേ. ഒരു ബ്ലാക്ക് കളറാണെങ്കിലും നമ്മളുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രോസ് പീസ് കഷ്ണങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഷോൾഡറിലൊക്കെ വെക്കുമ്പോഴേ. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ പീസൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഈ ക്രോസ് പീസ് വെച്ച് കഴിയുമ്പോഴത്തേനും അതൊരുമാതിരി എനിക്കങ്ങനെയാട്ടോ വരുന്നത്. ഇപ്പം നല്ല തയ്യൽ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, ഈ പൊളഞ്ഞിരിക്കും ഇങ്ങനെ ഒരുമാതിരി ഒരു ഭംഗിയില്ലാത്ത പോലെ. ശരിക്കിനുള്ള ഒരു ചെറിയ ചതുര പീസ് എടുക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ കിട്ടുവേ. ഇതിപ്പോൾ എനിക്ക് ക്രോസ് പീസാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ ബാക്കി വന്ന എന്തോ ഒരു പീസാണ്. എന്നിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് മടക്കി വെച്ച്, ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. യെല്ലോ കളർ നൂലിട്ട് പെട്ടെന്ന് തെളിയുന്ന പോലെ കാണിക്കുന്നതാണേ. മനസ്സിലാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ കാണിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുന്നതാണേ. എന്നിട്ട് ഓരോ ചെറിയ ഭാഗങ്ങൾ മടക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ഇച്ചിരി 1/4 ഇഞ്ചിലും താഴെ ഭാഗം വെച്ച് ഇങ്ങനെ സ്പേസ് വിട്ടിട്ട് മിഷ്യത്തിന് ഓരോ അടുപ്പിട്ട് കൊടുക്കുവേ. എന്നിട്ട് അത് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ മടക്കി ആ ഹോള് എത്ര വലുതാണോ അത്രയും പ്രാവശ്യം വരും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന പോലെ ഇങ്ങനെ മടക്കി ഇതുപോലെ ഒരു ചെറിയ ഭാഗം മടക്കി ഒരു ഇച്ചിരി സ്പേസ് കൊടുത്തേച്ച് ഓരോ അടുപ്പിട്ട് കൊടുക്കുവേ. എന്നിട്ട് അത് അതിൻ്റെ അകത്തോട്ട് വെച്ച് നമ്മുടെ ആ ഹോളുണ്ടല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് മേലോട്ട് വെച്ച് കൊടുത്തേച്ച് ഇതുപോലെ അടിയിൽ നിന്ന് മേലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റിലും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരു അടുപ്പിട്ട് കൊടുക്കും. ഇത് കണ്ടോ, അതിൻ്റെ സൈഡ് കണ്ടോ, ഒരു ഇച്ചിരി മാറ്റിയാണ് ഞാൻ തയ്ച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അതേ ബ്ലാക്ക് കളറല്ല വന്നേക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി യെല്ലോ കളർ ഇട്ട് കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും തയ്യലറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ആരെങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇതിനെ ചുറ്റിനും ഇതുപോലെ അടിക്കുന്നത് കൂടാണ്ട് അതിനോട് ചേർത്തും കൂടെ അടുപ്പിട്ട് കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ ചുരുണ്ടിരിക്കും അവിടെ, അത് ഭയങ്കര വൃത്തികേടാണ്. ഇപ്പോൾ ഇതിൻ്റെ അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് തയ്യലൊന്നും അല്ലായിരുന്നു. ഇനി ആ പൊക്കത്തിലൊക്കെയാണെങ്കിൽ നൂലെല്ലാം ഇനി ഊരിക്കളയണം.
അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഈ നൂലിനൊന്നും വലിയ വിലയൊന്നുമില്ലേ. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ നമ്മൾ കുറേ ഫ്രീ ആവും കേട്ടോ. നമ്മൾ ഓക്കെ ആവും കുറേ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴേ. നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ ബൈ.